ഉള്ളത് പാലിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. ഇതില് പാലിൽ നിന്നും എടുത്തിട്ടുള്ള കാൽഷ്യമാണ് നമ്മളുടെ, അതാണ് നാക്സിയം എന്ന് പറയുന്നത്, നാച്ചുറൽ കാൽഷ്യമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പാലിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. കാൽഷ്യത്തിന്റെ ഒപ്പം തന്നെ ഇതിൽ ചേർത്തിട്ടുള്ളതാണ് മെഗ്നീഷ്യം, ഫോസ്ഫറസ്, പൊട്ടാസ്യം. മെഗ്നീഷ്യത്തിന്റെ ഒക്കെ ഉപയോഗം, അതിന്റെ അഭാവത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ഞാൻ ആദ്യം നമ്മുടെ ന്യൂട്രി ലൈഫ് പറഞ്ഞപ്പോൾ പറഞ്ഞു. മെഗ്നീഷ്യം നമ്മുടെ ശരീരത്തില് മസിൽസിന്റെ പ്രവർത്തനം കൃത്യമാക്കി നടത്താനായിട്ട്, രക്തത്തിലുള്ള ഷുഗറിന്റെ അളവിനെ നിയന്ത്രിച്ചു കൊണ്ടുപോകാൻ, കൊളസ്ട്രോളിന്റെ അളവിനെ നിയന്ത്രിച്ചു കൊണ്ടുപോകുന്നതിലൊക്കെ ഒരു പങ്ക് വഹിക്കുന്നതായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയന്റ് ആണ്, ഒരു മിനറൽ ആണ് മെഗ്നീഷ്യം എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു പ്രൊഡക്റ്റിന്റെ മാർക്കറ്റിലേക്ക് ഒരുപാട് കാൽഷ്യം സപ്ലിമെന്റ്സ് അവൈലബിൾ ആയിട്ടുള്ളതാണ്. ഞാൻ നമ്മളുടെ കിഡ്നി സ്റ്റോണിന്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞിരുന്നു, ഒരു കാരണം സ്റ്റോൺ ഉണ്ടാകുന്നതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് കാൽഷ്യത്തിന്റെ ഉപയോഗമാണ്. അമിതമായിട്ട് ആൾക്കാർ കാൽഷ്യം സപ്ലിമെന്റ് കഴിക്കുന്നത് കൊണ്ട് ഉണ്ടാവാം കാൽഷ്യം എന്താണ് സ്റ്റോൺസ് എന്നത് പറയും. അപ്പം അത്തരത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് ആ മാർക്കറ്റില് നമുക്ക് ലഭ്യമായിട്ടുള്ള പ്രൊഡക്ട്സിന്റെ പ്രശ്നം എന്ന് പറയുന്നത് അബ്സോർപ്ഷൻ കുറവാണ്. അതുകൊണ്ട് തന്നെ എന്താണ്, ശരീരത്തിലേക്ക് വലിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഫോമിലല്ല കൊടുക്കുന്നത് ഈ കാൽഷ്യം സപ്ലിമെന്റ്സ്. അപ്പോഴാണ് അത് അവിടെ ഇവിടെ എന്താകുന്നത്, അടിഞ്ഞു കൂടിയിട്ട് സ്റ്റോൺ രൂപത്തിലേക്ക് ആകുന്നത്. നമ്മളുടെ ഈ ഒരു നാക്സിയത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് അബ്സോർപ്ഷൻ ആണ് ഇതിനുള്ളത്. ഇനി എങ്ങാനും ഇതില് ഈ ഒരു ഉപയോഗം കാൽഷ്യത്തിന്റെ ഒരു റിച്ചസ്റ്റ് സോഴ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ആ ആൾക്ക് ഒരു കിഡ്നി സ്റ്റോൺ വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇരിക്കട്ടെ, ഈ നാക്സിയം കഴിക്കുന്നത് വഴി ആള് കുറച്ചുകൂടി കിഡ്നി സ്റ്റോൺ വരാനുള്ള ചാൻസ് കൂടുതലാണ് ആൾക്ക്. കാരണം നമ്മൾ കാൽഷ്യം ആണല്ലോ കൊടുക്കുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ ഒരു ബോണ്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെയും ആ ബോണ്ട് ഉണ്ടാവാനുള്ള ചാൻസസ് കൂടുതലാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞിരുന്നു ലിക്വിഡ് കഴിക്കുമ്പോൾ. അപ്പം നമ്മളുടെ ഈ ഒരു പ്രൊഡക്റ്റിലാണെങ്കിൽ അത് വരാതിരിക്കാനായിട്ട് ഇതിൽ ഞെരിഞ്ഞിലും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മൂത്രളമായിട്ടുള്ളതാണ്. ഇനി എക്സസ് ആയിട്ട് കാൽഷ്യം അടിഞ്ഞു കൂടാതെ അത് മൂത്രത്തിലൂടെ തന്നെ പുറത്തേക്ക് കളയാൻ വേണ്ടിയിട്ട് ആണ് ഇതിൽ ഞെരിഞ്ഞിലും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതോടൊപ്പം പിപ്പലിയും കൂടി ഇതിൽ ചേർന്നിട്ടുണ്ട്. യോഗവാഹി ഗുണമുള്ളതാണ്. യോഗവാഹി ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിന്റെ കൂടെയാണോ ഇത് നമ്മൾ കൊടുക്കുന്നത്. ഇപ്പൊ പിപ്പലി ഇവിടെ ചേർത്തിട്ടുള്ളത് നാച്ചുറൽ ആയിട്ടുള്ള പാലിൽ നിന്നും എടുത്തിട്ടുള്ള കാൽഷ്യത്തിന്റെ കൂടെ മെഗ്നീഷ്യം, ഫോസ്ഫറസിന്റെയും ഒക്കെ കൂടെയാണ്. അപ്പൊ പിപ്പലിയും കൂടി ഇതിൽ ചേരുമ്പോഴത്തേക്കുള്ള ഗുണം എന്ന് പറയുന്നത് ഈ കാൽഷ്യത്തിന്റെയും മെഗ്നീഷ്യത്തിന്റെയും ഒക്കെ പ്രവർത്തനം ഒരു പടിയും കൂടി മുന്നിലാക്കാനായിട്ട് സഹായിക്കുന്നതാണ് പിപ്പലി. അതാണ് യോഗവാഹി എന്ന് പറയുന്നത് ആയുർവേദത്തില്. എന്ത് കർമ്മത്തിന് വേണ്ടിയിട്ടാണോ നമ്മൾ ഒരു മെഡിസിൻ കൊടുത്തിട്ടുള്ളത്, ആ കർമ്മത്തെ ഒന്നുകൂടി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നതാണ് പിപ്പലി. അപ്പൊ ആ പിപ്പലി ഇവിടെ ചേർത്തിട്ടുണ്ട്. അപ്പം കുറച്ചുകൂടി നല്ല രീതിയിൽ കാൽഷ്യം അബ്സോർപ്ഷൻ ഉണ്ടാകുന്നുണ്ട്. നമ്മളുടെ ജഠരാഗ്നിയെ വർദ്ധിപ്പിക്കുകയുമാണ് പിപ്പലി ഇതിൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു കാൽഷ്യം നാക്സിയം നാച്ചുറൽ സപ്ലിമെന്റ് ആയിട്ടുള്ള ഒരു കാൽഷ്യമാണ്. അപ്പം ഇത് നമുക്ക് 7 വയസ്സ് മുതൽ 70 വയസ്സ് വരെ ഉള്ളവർക്കൊക്കെ നമുക്ക് കൊടുക്കാവുന്നതാണ്. സ്ത്രീകൾക്കാണെങ്കിൽ ആർത്തവ വിരാമത്തോടനുബന്ധിച്ച് വളരെ ഇംബാലൻസ് ആണ് ആകുന്നത്. അവരുടെ ഹോർമോൺസ് ഒക്കെ ഹൈലി ഇംബാലൻസ്ഡ് ആണ് ആകുന്നത്. അപ്പൊ അത്തരത്തിലുള്ള അവസ്ഥയിലൊക്കെ അവർക്ക് വേഗത്തിലുള്ള ഫ്രാക്ചർ ഒക്കെ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പൊ ആ വിഭാഗത്തിലുള്ള സ്ത്രീകൾക്ക് 50 വയസ്സ് 50-55 വയസ്സിന് മുകളിലുള്ള ആർത്തവ വിരാമം നടക്കാൻ സാധ്യതയുള്ള സ്ത്രീകൾ, അല്ലെങ്കിൽ ആർത്തവ വിരാമം സംഭവിച്ച സ്ത്രീകൾക്കൊക്കെ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഈ കാൽഷ്യം റീപ്ലേസ് ചെയ്യാനായിട്ട് സഹായിക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ 7 വയസ്സുള്ള കുട്ടിക്കൊക്കെ ഒരു ക്യാപ്ലെറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ അര ക്യാപ്ലെറ്റ് ആക്കിയിട്ട് നമുക്ക് കൊടുക്കാവുന്നതാണ്. അതുകൊണ്ടാണ് അവിടെ ഒരു സ്കോറിംഗ് ലൈൻ ഉണ്ട്. ആ ലൈനിൽ നമ്മൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കാവുന്നത് ആണ്. ഓക്കെ, അപ്പൊ പ്രഗ്നൻസിയിലൊക്കെ കാൽഷ്യം ഒക്കെ സപ്ലിമെന്റ് വളരെ ആവശ്യമുള്ള സ്റ്റേജാണ്. പ്രഗ്നൻസിയിലും നമുക്ക് കൊടുക്കാവുന്നതാണ്. പക്ഷെ അവർ കാണിക്കുന്ന ഡോക്ടറുടെ നിർദ്ദേശത്തോടു കൂടി വേണം കൊടുക്കാനായിട്ട്. കാരണം ഓൾറെഡി ഡോക്ടർ കാൽഷ്യം സപ്ലിമെന്റ്സ് പ്രഗ്നൻസിയിൽ കൊടുക്കുന്നതാണ്. അതിന്റെ കൂടെ നാക്സിയം കൂടി ചെല്ലുമ്പോഴത്തേക്കും അതെന്താണ്, അമിതം കാൽഷ്യം നമുക്ക് ആവശ്യമില്ല. അപ്പൊ അതും കൂടി ശ്രദ്ധിക്കണം. അപ്പൊ അവര് കൊടുക്കുന്ന ഡോക്ടറുടെ നിർദ്ദേശത്തോടു കൂടി വേണം പ്രഗ്നൻസിയിലും അതുപോലെ തന്നെ പാല് കൊടുക്കുന്ന സ്ത്രീകളിലും ഒക്കെ നമ്മളിത് നിർദ്ദേശിക്കാനായിട്ടുള്ളത്. അപ്പൊ ഒരു ക്യാപ്ലെറ്റ്സ് വീതം രാവിലെയും കാൽഷ്യം കുറച്ചുകൂടി അധികമായിട്ട് വേണം എന്നുള്ള ആൾക്കാർക്ക്, ഇപ്പൊ കായിക രംഗത്തൊക്കെ ഉള്ളവർക്ക് ഒക്കെ നമുക്ക് രാവിലെയും വൈകുന്നേരവും ഒരു ക്യാപ്ലെറ്റ് വീതം ആഹാരത്തിന് ശേഷം നിർദ്ദേശിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ അത്രയാണ് നമ്മളുടെ കാൽഷ്യം നാക്സിയത്തെ പറ്റിയിട്ട് പറയാനുള്ളത്.